വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നമുക്ക് അനുകരിക്കുവാൻ കൊള്ളാകുന്ന മാതൃകയെക്കുറിച്ച് 1 പത്രോസ് 2:21 പറയുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ച് പോയിരിക്കുന്നു. ഇന്ന് അനേകർക്കും റോൾ മോഡലുകൾ ഉണ്ട്. വേഷത്തിലും ഭാവത്തിലും നടപ്പിലും സംസാരത്തിലും എല്ലാം അവരെ അനുഗ്രഹിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ റോൾ മോഡൽ യേശുക്രിസ്തു മാത്രമാണ്. പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കണം എന്ന എഫേസ്യർ 5:1 പറയുന്നത്. നമ്മുടെ നടപ്പിനെക്കുറിച്ച് എഫേസ്യർ 5:9 പറയുന്നത്, കർത്താവിന് പ്രസാദകരമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. എല്ലാറ്റിലും ദൈവത്തെ അനുകരിക്കേണ്ടുന്നവരാണ് വിശ്വാസികൾ. ദൈവമാരെന്നും എന്തെന്നും അറിയാതെ അവനെ അനുകരിക്കുവാൻ സാധിക്കില്ല. ദൈവം ആരാണ്? 1 യോഹന്നാൻ 4:16 പറയുന്നത്, ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയത് തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ നൽകിയതിൽ കൂടിയ 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങൾ. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ച് സ്നേഹിച്ചതുപോലെ നാമും സ്നേഹത്തിൽ നടക്കുന്നുവെങ്കിൽ മാത്രമേ നാം ദൈവത്തിൻ്റെ അനുകാരികളായി തീരുകയുള്ളൂ. എഫേസ്യർ 5:2. 1 യോഹന്നാൻ 1:5 പറയുന്നത്, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അതായത് ദൈവത്തിൻ്റെ മുൻപിൽ ഇരുട്ടിനും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾക്കും സ്ഥാനമില്ല. വെളിച്ചത്തിനും ഇരുട്ടിനും അതിൻ്റേതായ പ്രവൃത്തികൾ ഉണ്ട്. ദുർനടപ്പ്, അശുചി, അത്യാഗ്രഹം, ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് തുടങ്ങിയവ ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. എഫേസ്യർ 5:3-4 വാക്യങ്ങൾ. സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ. എഫേസ്യർ 5:10. വെളിച്ചത്തിൻ്റെ ഈ പ്രവൃത്തികളിൽ കൂടി മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. മുമ്പേ നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. എന്നാൽ തൻ്റെ ജീവൻ നൽകി അന്ധകാര പ്രവൃത്തിയിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നതിനാൽ 1 പത്രോസ് 2:9 നാം ഇരുട്ടിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കണം. മക്കളും പ്രിയമക്കളും ഉണ്ട്. എല്ലാവർക്കും പ്രിയമക്കൾ ആകുവാൻ കഴിയില്ല. നാം അവൻ്റെ പ്രിയമക്കൾ ആകണം. പ്രിയമക്കൾ ആകണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന ചില സംഗതികൾ ഉണ്ട് എന്ന് എഫെസ്യ ലേഖനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 1 എഫെസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിക്കായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾ ചെയ്യുവാനായിട്ടാണ്. സൽപ്രവൃത്തികൾ ചെയ്യുന്നവർ അനേകർ ആണ് എങ്കിലും അവരെല്ലാം പ്രിയമക്കളാണോ? അല്ല. പലരും സൽപ്രവൃത്തികൾ ചെയ്യുന്നത് സ്വന്തം പേരിൻ്റെ പുകഴ്ചയ്ക്കായിട്ടാണ്. ദൈവനാമ പുകഴ്ചയ്ക്കായി സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാണ് പ്രിയ മക്കൾ. തീത്തോസ് 3:8 പറയുന്നത്, സൽപ്രവൃത്തികൾ ദൈവത്തിലുള്ള വിശ്വാസത്താൽ ചെയ്യണം, അവരാണ് പ്രിയ മക്കൾ. 2 എഫേസ്യർ 5:10-11 വാക്യങ്ങൾ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ പങ്കാളികളാകാതെ അവ ചെയ്യുന്നവരെ ശാസിക്കണം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദേശത്തിൻ്റെ കാവൽക്കാരായിരിക്കാനാണ്. കാവൽക്കാരൻ തെറ്റിനെ ചൂണ്ടിക്കാണിക്കണം. തെറ്റിനെ ശാസിക്കാതെ മൗനമായിരിക്കുന്നത് തെറ്റിനോട് പങ്കുചേരുന്നതിന് തുല്യമാണ്. അപ്പോൾ നാം തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നവരായി തീരും. തെറ്റിനെ ശാസിക്കുകയും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെ തിരുത്തുകയും ചെയ്യുന്നവരാണ് പ്രിയ മക്കൾ. 3 എഫേസ്യർ 5:19-20 വാക്യങ്ങൾ. ആത്മാവ് നിറഞ്ഞവരായി എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യണം. നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം തന്നെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ്. നമ്മുടെ കഴിവുകൾ കൊണ്ട് ഒന്നും നേടിയെടുക്കുവാൻ കഴിയില്ല.
അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ നന്മകളും ദൈവത്തിന് ലഭിച്ചു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രിയമക്കൾ അവന് സ്തോത്രമർപ്പിക്കണം. സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരാണ് പ്രിയമക്കൾ. 4. എപ്പിസോഡ് 5:21. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ആരും ആരെക്കാളും വലിയവരല്ല. താഴ്മയുള്ളിടത്ത് മാത്രമേ ദൈവം തൻ്റെ നന്മ പകരുകയുള്ളൂ. നാം താഴ്മയുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. അപ്പോഴാണ് നാം പ്രിയമക്കൾ ആകുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ പരിശോധിക്കാം. നാം എല്ലാവരും മക്കളാണ്. എന്നാൽ പ്രിയമക്കൾ ആണോ? പ്രിയമക്കളായി ക്രിസ്തുവിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മളുടെ ഓട്ടം പൂർത്തീകരിക്കാം. കർത്താവേ, ചെയ്യേണ്ടത് പലതും ചെയ്യാതെയും ചെയ്താത്തത് പലതും ചെയ്തും നിന്നിൽ നിന്ന് അകന്നുപോയ എന്നെ നിൻ്റെ പ്രിയമകനായി രൂപപ്പെടുത്തണമേ. ആമേൻ.